കഥ, തിരക്കഥ, സംഭാഷണം, ക്യാമറ എല്ലാം ഈ ചാച്ചു തന്നെയാണ് കേട്ടോ. വേറെ ആരും എനിക്ക് വീഡിയോ പിടിക്കാനില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ മൊബൈൽ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നാടൻ ചിക്കൻ കറി വെക്കുന്ന രീതിയാണ്. നമ്മുടെ വീട്ടിലൊരു നാടൻ ചിക്കനെ അങ്ങ് തട്ടി, അങ്ങനെ അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ആവശ്യത്തിന് വേണ്ടി ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുക്കുക. നമ്മൾ ഒരു ചീനിച്ചട്ടി വയ്ക്കുക, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം കൂടി തട്ടിയിടുക. ഒരു 2 മിനിറ്റ് അത് മൂക്കുമ്പോൾ പിന്നെ സവാളയും കൂടി ഇടുക. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങളത് ഇടുക. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വലിയ സവാള എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അതിൽ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. മൂത്തതിന് ശേഷം നമ്മൾ മൂക്കുന്ന കാര്യമല്ല പറയുന്നത്, പക്ഷേ എണ്ണയിൽ കിടക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് മൂക്കണം കേട്ടോ. അങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മൂപ്പിൽ കുറച്ചൊരു കറിവേപ്പിലയും കൂടെ, നല്ല നാടൻ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് കഴുകിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ 5-ാം പരുവം എത്തുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ഉണ്ടല്ലോ, നല്ല മണക്കുന്ന ഗരം മസാല, ആ ഗരം മസാല ചെറിയൊരു 1/4 സ്പൂൺ ഇടുക. നമുക്കറിയാം നമ്മുടെ ചിക്കൻ എത്ര കിലോയാണ്. ഓക്കെ, ആ ചിക്കൻ അനുസരിച്ച് വേണം നിങ്ങൾ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കാൻ. അപ്പം നമുക്ക് ഇന്നത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഇത്ര എടുക്കണം, അത്ര എടുക്കണം, ഒരു 3 സ്പൂൺ എടുക്കണം, 4 സ്പൂൺ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത്, ആ ചിക്കൻ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, ഒരു തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടി നമ്മളിട്ട് ഒന്ന് വഴറ്റി എണ്ണയിൽ കിടന്ന് നല്ല വഴറ്റി വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് ആ എണ്ണയിൽ നമ്മൾ ആ വഴറ്റിയിൽ തന്നെ നമ്മൾ ഇടുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കുക. അങ്ങനെ ഇളക്കി ചെറിയ തീയിൽ വേണം നമ്മൾ ഈ പൊടികളിടുന്ന സമയത്ത് ചെറിയ തീ ആയിരിക്കണം. മീഡിയം അതായത് ചെറിയ തീയിൽ നമ്മൾ ആ മുളക് പൊടി വറുത്തെടുക്കുക. ചെറുതായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ പച്ചമണം മാറുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറയൂ, എന്ത് ചെയ്യണം? ഒരു ശകലം ഞാനിപ്പോൾ അതിൻ്റെ ഉലുവാപ്പൊടി ചേർക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മളിത് എടുക്കുന്ന സമയത്ത് സ്പോട്ടിൽ ഡബ് ചെയ്ത് ഞാൻ സ്പോട്ടിൽ തന്നെ ഞാനിത് പറയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതത്ര വലിയ ക്ലിയർ അല്ല. അപ്പം അതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ട് പിന്നെ അതിലോട്ട് ഡബ് ചെയ്ത് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ രീതിയിലാണ് വെക്കുന്നത്. ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എൻ്റെ അമ്മ എന്നെ കിച്ചണിലൊന്നും കയറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ മൂത്ത മോളാണ്, 2 ഇളയത്, 2 ആൺപിള്ളേർ സഹോദരങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഈ പാചകങ്ങളൊന്നും ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഈ നാട്ടിൽ ലീവിലും വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വേവിക്കുന്നത്, ഇങ്ങനെ പാചകം ചെയ്യുന്നത് കാണുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡും നല്ല ഒന്നാന്തരം കുക്ക് അറിയാവുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ ഇപ്പം ഞാൻ അത്യാവശ്യമൊക്കെ നല്ല രീതിയിലൊക്കെ കുക്ക് ചെയ്യും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ചിക്കൻ കറി വെച്ച് നോക്കുക. അങ്ങനെ അതിൽ നമ്മൾ ചൂടാക്കിയ മസാലപ്പൊടിയിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ പറക്കി അതിനകത്തിടുക. എന്നിട്ട് അതിനെ നന്നായിട്ട് മേക്കപ്പ് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ട് പുട്ടിയിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് അതിനകത്ത് കിടന്ന് ആ മസാലയും ഈ ചിക്കൻ കഷ്ണങ്ങളും കൂടി നന്നായിട്ട് പുരട്ടി നല്ല അടിപൊളിയായിട്ട്, കുണ്ടും കുഴിയും പാടും ഒക്കെ ഉള്ള മുഖത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുട്ടിയിട്ട് കവർ ചെയ്യില്ല, അതേപോലെ അങ്ങനെ അങ്ങോട്ട് പുരട്ടിയ മസാല പുരട്ടി അങ്ങ് വേവിക്കുക. വെള്ളമൊന്നും, പിന്നെ ഇതിലൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, വെള്ളമൊന്നും ഒഴിക്കരുത്. അതിനകത്ത് കിടന്ന എണ്ണയിൽ വേണം ഇത് വേവാൻ കുറച്ച് നേരത്തേക്ക്. അത് നമ്മൾ അടച്ച് വയ്ക്കുക. അതിന് വേണ്ടി ശകലം വേണമെങ്കിൽ നമുക്കിത് നാടൻ ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവാണ്. അപ്പോൾ അതിന് നമുക്ക് വെള്ളം ആവശ്യമാണ്. അതിന് വേണ്ടി വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ഈ നേരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മസാല പുരട്ടിയ ആ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കുക, അടച്ച് വെച്ച് ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ അടച്ച് വയ്ക്കുമ്പോൾ അതിനകത്തു നിന്ന് വരുന്ന ഇറങ്ങുന്ന നീരാവിയുടെ വെള്ളം അതിനകത്ത് വീണ് ആ വെള്ളത്തിൽ നിന്നും കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു നല്ല മണവും മസാലയും എല്ലാം കൂടി പിടിച്ച് നല്ലൊരു മണം കിട്ടും. ഇപ്പോഴൊന്നും നമ്മൾ വെള്ളം ചേർക്കുകയേ ചെയ്യരുത്. കുറച്ച് നേരം ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റെങ്കിലും അത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് ആ അരപ്പൊന്ന് വേവുന്നത് വരെയും, അതായത് നമ്മളിട്ടിരിക്കുന്ന അരപ്പുകളൊക്കെ ഒന്ന്, ആ കുത്തൻ്റെ മണങ്ങളൊക്കെ ഒന്ന്
വേ അത് മാറുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ചെറുതായിട്ട് ഊറി ഇറങ്ങി ആ മസാലയുടെയൊക്കെ മണമൊക്കെ പിടിച്ച് വന്നതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കുക. ഞാൻ എന്തായാലും നോക്കാം. നമ്മൾ നോക്കുക. ഓക്കെ, ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഒഴിക്കണം. ഒഴിച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇതിലാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികൾ ചൂടാക്കുന്ന സമയത്ത്, മസാലപ്പൊടിയല്ല, നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചൂടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിടുമല്ലോ. അപ്പോൾ അത് പോരായെങ്കിൽ കുറച്ച് ഉപ്പുകൂടി ഈ സമയത്ത് നിങ്ങൾ ചേർക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെള്ളം ഒഴിക്കണം. ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമേ ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ പച്ചവെള്ളം ഒഴിക്കാതെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി നാവിലൊക്കെ തൊട്ട് നോക്കണം. ഉപ്പൊക്കെ പാചകമാണെങ്കിൽ വല്ലവരും കൊതിവടയാണെങ്കിൽ അപ്പോൾ കുറച്ച് അതിൻ്റെ ചാറൊന്ന് വെളിയിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നിങ്ങളൊക്കെ അതൊന്ന് ഇളക്കാൻ. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത്, വീഡിയോ പിടിക്കാനൊന്നും ആളില്ലെന്നേ. പിള്ളേരൊന്നുമില്ല. പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ ലൈവും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവ് ഒരു ഭാഗത്ത് എൻ്റെ മറുഫോണിൽ നിന്നാണ് ഞാൻ ഇത് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ പൊന്ന് സഹോദരന്മാരെ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിയിൽ തിളയ്ക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തീ കുറയ്ക്കാവൂ. പിന്നെ നമ്മൾ ചിക്കൻ വേവേണ്ടത് ചെറിയ തീ കിടന്ന് വേണം വേവാൻ. അങ്ങനെ തീ കിടന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. വീണ്ടും നോക്കുക, ഇളക്കുക, വീണ്ടും നോക്കുക. അങ്ങനെ മൂക്കിനകത്ത് നല്ല മണം, ഇങ്ങനെ കുത്തിക്കയറുന്ന മണം ഇങ്ങനെ വരും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വേവണം. ആക്രാന്തം മൂത്ത് പെട്ടെന്ന് ഇന്നൊന്നും അടുപ്പ് ഓഫ് ചെയ്യരുത്. നന്നായിട്ട് നല്ല രീതിയിൽ വേവണം. വെട്ടി തിളക്കുന്ന തിളപ്പ് കണ്ടില്ലേ? നോക്ക് നിങ്ങൾ, എന്തൊരു തിളപ്പാണ് എൻ്റെ ഭഗവാനേ. അപ്പോൾ നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അതിൻ്റെ ഇതൊന്ന് കുറയ്ക്കണം. കുറച്ച് തീ നല്ല രീതിയിൽ കുറച്ച്. ഇനിയിപ്പം നമ്മൾ തീ കൂട്ടണ്ട. ഇതിൽ നമ്മൾ അടച്ച് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കണം. നാവിൽ തൊട്ടൊക്കെ ഉപ്പൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ എല്ലാ മസാലകളും എന്താ പറയേണ്ടത്, എരിവും പുളിയും ചേർക്കത്തില്ല, എരിവും എല്ലാമൊക്കെ ഓക്കെ ആണെങ്കിൽ, അല്ല ഇപ്പോൾ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് തൂക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ എരിവ് അത്യാവശ്യമുണ്ട്. നമ്മളൊക്കെ എരിവ് കൂട്ടുന്ന ആൾക്കാരാണ്. എനിക്ക് എരിവൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളത് നോക്കി ഉപ്പൊക്കെ കണക്കിൽ നോക്കിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അടച്ച് വേവിൽ തീ കിടന്ന് കുറച്ച് നേരം വേവണം. ചെറിയ തീ കിടന്ന് വേവുമ്പോഴാണ് അത് നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെന്ത് ഊറി ഇറങ്ങുന്നത്. ഇനി നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ. ചിക്കൻ റെഡിയായിരിക്കുകയാണ്. നന്നായിട്ട് ചാറില്ല കണ്ട, കുറച്ച് ചാറേ ഉള്ളൂ. ചാറ് കുറുവി അടിപൊളിയായിട്ട് വെന്ത് പാകമായിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇത് കണക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ചിക്കൻ പലതരത്തിൽ നമുക്ക് വെക്കാം കേട്ടോ. നാടൻ ചിക്കൻ കറി വറുത്തരച്ച് വെക്കാം. എല്ലാ തരത്തിലും നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഐഡിയാസ് രൂപത്തിൽ നമുക്ക് വെക്കാം. ഇപ്പം നിങ്ങൾ ഇത് കണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ.